ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. തായ്ലാൻഡിൻ്റെ പാർട്ട് 2 വീഡിയോ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ചിയാങ് മായിക്ക് പോവാണ്. 13 മണിക്കൂർ ട്രെയിൻ യാത്രയാണ് നമുക്കുള്ളത്. അതും ഞങ്ങൾ ലോക്കൽ ടിക്കറ്റ് എടുത്തത്. സാധാരണ ബുക്ക് ചെയ്തിട്ട് നമ്മൾ സ്ലീപ്പർ എടുക്കണം എന്നൊക്കെ ആയിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നോക്കിയപ്പോൾ ടിക്കറ്റ് അവൈലബിലിറ്റി ഇല്ല. ഒരു 3 ആഴ്ച മുന്നേ ഒക്കെ ബുക്ക് ചെയ്യണമായിരുന്നു പോലും. അപ്പോൾ നമുക്ക് പോവാതിരിക്കാനും വയ്യ. അപ്പോൾ ഞങ്ങൾ ലോക്കൽ ടിക്കറ്റ് എടുത്തു. 14-15 മണിക്കൂർ യാത്രയുണ്ട് ലോക്കൽ ട്രെയിനിൽ. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ സ്റ്റേഷനാണ്. ഇപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണല്ലോ തായ്ലാൻഡിലൊരു ട്രെയിനിലൊക്കെ പോണത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഫുഡ് കിട്ടുമോ എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ ഒരു വലിയ ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാ ഫുഡും കാര്യങ്ങളും ഒക്കെ. ചെറിയ പൈസയേ ഉള്ളൂ. നമുക്ക് ബാത്ത് എന്ന് പറയുമ്പോൾ ഒരു 13 ബാത്ത് 10 ബാത്ത് ഇതിനൊക്കെ നല്ല നല്ല ഫുഡൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ ഒരു കവറിൽ വാങ്ങിച്ചു. ഫുഡ്, സ്നാക്സ്, വാട്ടർ എല്ലാം നമ്മൾ വാങ്ങിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ട്രെയിനിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇനി ഇവിടെ ലോക്കൽ ടിക്കറ്റിന് 400 ബാത്തിൻ്റെ മേലെ തൊട്ട് അടുത്തായിട്ടാണ് വരുന്നത്. 3 ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത്. മോൾക്ക് ശരിക്കും ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞങ്ങൾ ലോക്കൽ ടിക്കറ്റ് ആയതുകൊണ്ടും അഥവാ മോൾക്ക് കിടക്കണമെങ്കിലൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും 2 ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഞങ്ങൾ 3 ടിക്കറ്റ് എടുത്തു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രെയിൻ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാത്രമേ നമ്മൾ ഉള്ളിലേക്ക് കടത്തുള്ളൂ. അപ്പോൾ ആ കിടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം കുറച്ച് സമയം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തതാണ്. ആ സമയത്ത് ഞാൻ മോൾക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. ഇതേപോലെ ലൈനിൽ നിന്ന് ട്രെയിൻ ഏകദേശം പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം മാത്രമേ ഇവർ നമ്മളെ അകത്തേക്ക് കടത്തുള്ളൂ. ഇതാണ് ട്രെയിൻ ടിക്കറ്റ്. ഓരോരുത്തരുടെ കയ്യിലും ഓരോരോ ടിക്കറ്റ് വെച്ചിട്ട് അവർ സ്കാൻ ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കടത്തി വിടുന്നത്. ശരിക്കും ഇവിടെ ട്രെയിൻ കയറാൻ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ലോക്കൽസും പിന്നെ കുറച്ച് ഫോറിനേഴ്സും മാത്രമാണ് ഉള്ളത്. ഇതാണ് നമ്മളെ ട്രെയിന്. അത്യാവശ്യം കാണാൻ നല്ല വൃത്തിയൊക്കെ ഉള്ള നല്ല നീറ്റായിട്ടുള്ള ട്രെയിനാണ്. നമ്മൾ നാട്ടിലുള്ള ട്രെയിനൊക്കെ ചില സമയത്ത് ഭയങ്കര വൃത്തികേടായിട്ടാണ് ഉണ്ടാവൽ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ട്രെയിനൊക്കെ. അതും ചെറിയ ട്രെയിനാണ്, വലിയ സ്പേസ് ഒന്നുമല്ല, ചെറിയ കുട്ടി ട്രെയിനാണ്. അപ്പോൾ ഞങ്ങളെ സ്ഥലമൊക്കെ പിടിച്ചു. ഇതാണ് നമ്മളുടെ സ്പേസ്. ഇങ്ങനെ 2 ടിക്കറ്റും തൊട്ടപ്പുറത്തൊരു ടിക്കറ്റും. പിന്നെ അതിൻ്റെ ഇപ്പുറത്തുള്ള സീറ്റിൽ വേറൊരാൾ വരാനുണ്ട്. വന്നിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമായി. ട്രെയിൻ ഫുള്ളാണ് കേട്ടോ. അധികം ഒഴിവും കാര്യങ്ങളും ഒന്നുമില്ല. ചിലപ്പോൾ അടുത്ത സ്റ്റേഷനിലൊക്കെ ഒഴിവുള്ളത് അടുത്ത സ്റ്റേഷനിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഫില്ലാവാൻ മതി. നമ്മൾ ട്രെയിൻ കയറിയ സമയം മുതൽ ഫുഡ് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചായ, കോഫി, പിന്നെ സാധാ ഫുഡ് കാര്യങ്ങൾ. ഇവിടെ വെറൈറ്റി സാധനങ്ങളാണ് ട്രെയിനിൽ. നല്ല ഫ്രൈഡ് റൈസ്, സാലഡ്, നല്ല തായ് ടീ, നമ്മളെ ബബിൾ ടീ ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ടീ. ഇതൊക്കെ വെറും ചീപ്പ് റേറ്റാണ്. 8 ബാത്താണ്. 8 ബാത്ത് എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലൊരു 16 റുപ്യ 20 റുപ്യേൻ്റെ ഉള്ളിലാണ് ആ ടീക്കൊക്കെ ചാർജ് വരുന്നത്. കയറിയ പാട് തന്നെ മോള് കിടന്നുറങ്ങി. ഇങ്ങനെ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് ഇവൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ രാത്രിയാകുമ്പോൾ നമ്മളൊക്കെ എവിടെ കിടന്നുറങ്ങുന്നുള്ളൂ ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ രാത്രി ആയാലേ അറിയുള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിനിൽ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ റെയിൽവേ പോലീസ് വന്നു. അവരത് ചെക്ക് ചെയ്തു. നമ്മളോട് പറഞ്ഞു പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വെക്കുക, ഫോണ് കാര്യങ്ങളൊന്നും പുറത്ത് വെക്കരുത്, ഒക്കെ ബാഗിൻ്റെ ഉള്ളിൽ അടച്ച് അങ്ങനെ കിടക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഇൻഫർമേഷനൊക്കെ തന്നു. പിന്നെ നമ്മളടുത്ത് ഒരു ആൻറ്റി വന്ന് ഇരുന്നു കേട്ടോ. ഭയങ്കര നല്ല ആൻറ്റി ആയിരുന്നു. മോൾക്ക് ചെറിയ ടോയ് ഒക്കെ കൊടുത്തു. ഇവർ അയോധ്യ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ ഉണ്ട് ഇവിടെ അടുത്താണ്. ബാങ്കോക്ക് കഴിഞ്ഞൊരു 3-4 സ്റ്റേഷൻ അപ്പുറത്താണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് അവർക്ക്. അവർ പർച്ചേസിന് ബാങ്കോക്കിൽ വന്നിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ അവർ വാങ്ങിയ സാധനത്തിൽ നിന്നും ഒരു ചെറിയ ടോയ് മോക്ക് കൊടുത്തു. ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ. നമുക്ക് ഒരുപാട് ഇൻഫർമേഷനൊക്കെ പറഞ്ഞു തന്നു, അവിടേക്ക് വരാനൊക്കെ പറഞ്ഞു. നല്ലൊരു ആൻറ്റി ആയിരുന്നു. അപ്പോൾ ഈ ഒരു സാധനം കണ്ടോ, ഇതിൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ. ഇത് നമ്മളൊരു മാതാമച്ചൊപ്പ് ഉണ്ടല്ലോ നാട്ടിലുള്ള, അതുപോലത്തെ അതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട്. അതും പിന്നെ ഒരു ദോശ ഉണ്ടാവും അതിൻ്റെ കൂടെ. ഞാനത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ ദോശയിലേക്ക് ഈ മാതാമച്ചൊപ്പ, ഞാൻ അങ്ങനെയാണ് പറയൽ കേട്ടോ, ഇതിൻ്റെ ശരിക്കുള്ള പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് ഇതിലേക്ക് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് കഴിക്കുക. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഒക്കെ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ തായ്ലാൻഡിൽ പോകുമ്പോൾ ഈ സാധനമൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് കഴിക്കുക കേട്ടോ. ഇത് ഇവരുടെ തായ്ലാൻഡിൻ്റെ ട്രഡീഷണൽ ഫുഡിൽ പെടുന്ന ഒരു ഫുഡാണ് കേട്ടോ. ഒരുപാട് ഫുഡ് കാര്യങ്ങൾ ട്രെയിനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഫുഡിന് മാത്രം ഒരു പഞ്ഞും ഉണ്ടായിട്ടില്ല. പുറത്തെ വ്യൂ ആണെങ്കിലും നല്ല വ്യൂ ആയിരുന്നു. നമുക്ക് പച്ചപ്പും ഹരിതാപവും ഒക്കെ നിറഞ്ഞ വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. ഞങ്ങൾക്ക് സിറ്റി ഇഷ്ടമല്ല. ഞാനും ഹസ്ബൻഡും മോളാണെങ്കിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും സിറ്റിയിൽ നിന്ന് ഞങ്ങൾ മാറി വില്ലേജിലേക്കാണ് പോകല്. ഞങ്ങൾക്ക് അതാണ് ഇഷ്ടവും. അങ്ങനെ നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പല പല ഫുഡുകൾ വരുന്നുണ്ട് എന്നുള്ളത്. ഇതിപ്പോൾ എന്താ വെച്ചാൽ പുഴുങ്ങിയ കടല, പൊതുവെ വറുത്ത കടലയാണ് നമ്മൾ കാണല്. ഇത് നല്ല വേവിച്ചിട്ടുള്ള കടല. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല, കുറച്ച് കഴിക്കുമ്പോൾ തന്നെ എനിക്കത് മടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോരോ സ്റ്റേഷൻ കാണാൻ തുടങ്ങി. പുതിയ പുതിയ സ്റ്റേഷനുകൾ, ചെറിയ സ്റ്റേഷനാണ്, ഒരു തിരക്കും കാര്യങ്ങളും ഇല്ല. ട്രെയിനിൽ വന്ന ആൾക്കാർ ഇറങ്ങിപ്പോകുന്നു, ആരെങ്കിലും കയറാനുണ്ടെങ്കിൽ 2 ആൾക്കാർ കയറുന്നു. പിന്നെ എല്ലാ സ്റ്റേഷനിലും ഇവരുടെ രാജാക്കന്മാരുടെ വലിയ ഫോട്ടോ ഉണ്ടല്ലോ, അതുണ്ടാവും എല്ലാ സ്റ്റേഷനിലും. പിന്നെ നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകെ രാത്രിയായ സമയത്താണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിയത്. എന്താന്ന് വെച്ചാൽ ലോക്കൽ ട്രെയിനിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് പോവുകയാണെങ്കിൽ പ്രാണിശല്യം നല്ലോണം ഉണ്ടാവും ഈ രാത്രി സമയമാകുമ്പോൾ. കാരണം ഇവർ ലൈറ്റ് ഒന്നും ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ, ലൈറ്റ് എപ്പോഴും ഓൺ ആയിരിക്കും. ചെറിയ ചെറിയ പ്രാണികൾ ഇങ്ങനെ നിലത്ത് വന്നിട്ട്, അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, നിറയെ പ്രാണികളാണ് ഉണ്ടാവുക. അപ്പോൾ ലോങ് ഒക്കെ എടുക്കുന്നത് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് നമ്മൾ സ്ലീപ്പറൊക്കെ ബുക്ക് ചെയ്തിട്ട് പോകുന്നതാണ്. അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടിക്കറ്റ് ഇല്ല, ഞങ്ങൾക്ക് ആകെ കുറച്ച് ദിവസമുള്ളൂ, നമുക്ക് പോവാതിരിക്കാനും പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് വന്നത്. എന്നാലും വലിയ പ്രശ്നമില്ലാതെ നമ്മൾ ചിയാങ് മായി എത്തിയിട്ടുണ്ട്. രാവിലെ ഒരു 5:45 സമയത്താണ് നമ്മൾ ചിയാങ് മായി എത്തിയത്. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മൾക്ക് ആഫ്റ്റർ, അതായത് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ചിലപ്പം. അപ്പോൾ അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ സഹിച്ചാലൊന്നും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇനി നേരെ നമ്മൾ റൂമിലേക്ക് പോവാണ്. ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. റൂം ബുക്ക് ചെയ്തെടുത്തും ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഏർലി ചെക്കിങ് ഒരു പ്രശ്നമാണ്. ചെക്കിങ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പറയും 12 മണി, അതാണ് ഇവരെ ചെക്കിങ് ടൈം. ആ സമയത്തല്ലാതെ അതിന് മുമ്പ് നമ്മൾ പോയി കഴിഞ്ഞാൽ പറയും 2 ദിവസത്തെ പൈസ വേണം, അതല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക 12 മണി വരെ. അപ്പം അങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് ചെറിയ പൈസ കൂടെ കൂട്ടി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തന്നെ റൂമിലേക്ക് കയറി. സ്റ്റേഷനൊക്കെ അടിപൊളി സ്റ്റേഷനാണ്. ചിയാങ് മായിൽ മെയിൻ ഉള്ളത് എലിഫൻ്റ് ആണ്. എലിഫൻ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.